നമസ്കാരം. യേശുവും മനഃശാസ്ത്രവും എന്ന കോഴ്സ് അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി ഞാൻ അനൗൺസ് ചെയ്തതായി നിങ്ങൾ ഓർക്കുമല്ലോ. അതിനോട് പ്രതികരിച്ച് ഇന്നേ ദിവസം വരെ 14 പേര് അതിൽ ചേർന്ന് പഠിക്കുവാൻ, എന്നോടൊപ്പം പഠിക്കുവാൻ, ഞാനും ഒരു വിദ്യാർത്ഥി മാത്രമാണ്, താല്പര്യം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കോഴ്സ് നടത്തുവാൻ അത് അപര്യാപ്തമാണ്. കുറഞ്ഞപക്ഷം 20 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കോഴ്സ് നടത്തിയിട്ട് കാര്യമായ പ്രയോജനമുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത. ഒരു പക്ഷേ ഞാനത് മാറ്റി ചിന്തിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും പല ആളുകളും മനഃശാസ്ത്രം ഞങ്ങൾക്കറിയാൻ വയ്യായല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രധാനമായും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, സ്പഷ്ടീകരിക്കട്ടെ, ഈ കോഴ്സ് ചെയ്യാൻ നിങ്ങൾ മനഃശാസ്ത്ര വിദഗ്ധരാകണമെന്നില്ല. മനുഷ്യന്റെ അവസ്ഥയെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള താല്പര്യം മാത്രം മതി. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട് വലിയ സംഭവമായിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും മനസ്സുണ്ട്. ആ മനസ്സെന്നാൽ എന്താണ്, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, നാം ചിന്തിക്കുന്നു, വീണ്ടും വിചാരം നടത്തുന്നു. ചിലപ്പോൾ നമ്മുടെ അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആകസ്മികമായ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നു. നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവഹിക്കുന്നു. ഇതൊക്കെ നാം എല്ലാവരും പലപ്പോഴായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി, പലരും അവരുടെ അവസ്ഥയെപ്പറ്റി വളരെ നന്നേ വൈകിയിട്ടാണ് തിരിച്ചറിയുന്നത്. ഓരോരുത്തരും അവർ നേടിയിരിക്കുന്ന സാഹചര്യം, അവർ തങ്ങളെ തന്നെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥ, അങ്ങനെ സംഭവിക്കേണ്ടതിൽ തങ്ങൾ വഹിച്ച പങ്ക് തിരിച്ചറിയാൻ കഴിയാതെ അജ്ഞത കൊണ്ട്, മറ്റൊന്നും കൊണ്ടല്ല, അജ്ഞത കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ആത്മീയത സത്യത്തോടുള്ള അഭിമുഖമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് പ്രകടമായ സത്യം, 2 പ്രകടമല്ലാത്ത സത്യം. മാനിഫെസ്റ്റ് ട്രൂത്ത്, അൺമാനിഫെസ്റ്റ് ട്രൂത്ത്. മനഃശാസ്ത്രത്തിൽ ഇത് രണ്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആധുനിക മനഃശാസ്ത്രത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയുക, അതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത തിരിച്ചറിയുകയും അതിൽ തന്നെ രോഗശാന്തിക്ക് ഇടയാക്കുവാൻ സാധ്യമാകുമെന്നൊരു തിരിച്ചറിവിലാണ് കഴിഞ്ഞ ഒരു 160-170 വർഷങ്ങളിലായി മനഃശാസ്ത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് സൈക്കോ അനാലിസിസ് ആൻഡ് സൈക്കയാട്രി. ഈ കോഴ്സിൽ നമ്മൾ സാങ്കേതികമായിട്ടൊന്നും തന്നെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഉള്ളടക്കം, അവൻ ചെയ്ത വീര്യപ്രവൃത്തികളാണെങ്കിലും അവൻ്റെ പഠിപ്പീരുകളാണെങ്കിലും അവൻ്റെ വ്യക്തിത്വത്തിൽ നാം കാണുന്ന പ്രത്യേകതകളാണെങ്കിലും നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധ്യതയുള്ള അഗാധമായ ആത്മീയ സത്യങ്ങൾ എന്താണ്? നമുക്ക് വളരെ സുപരിചിതമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും അതിൻ്റെ പല അർത്ഥതലങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയിരിക്കുന്നു എന്നെങ്കിലും തിരിച്ചറിയാൻ ഈ കോഴ്സ് മുഖാന്തരം സാധിക്കും. ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തട്ടെ. നമുക്ക് വളരെ സുപരിചിതമാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശു സക്കായിയോട് ഇടപെടുന്നു. ഞാൻ ആ സക്കായിയുടെ കാര്യം ഒരു 500 വീഡിയോയെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്താൽ ഇത് പറയാത്ത കാര്യങ്ങൾ അത് ഉൾപ്പെടുത്താൻ സാധിക്കും. അത്രമാത്രം ആഴവും വിശാലതയുമുള്ള കാര്യങ്ങളാണ് സുവിശേഷത്തിലുള്ളത് എന്ന് പലർക്കും ബോധ്യമല്ല. കാരണം നാം ഒരേ പ്രസംഗം കേട്ട് അത് റീസൈക്കിൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഈ ഒരു സംഭവം
മനഃശാസ്ത്രത്തിന്റെ കണ്ണിൽ കൂടെ അല്പം നാം ചെയ്യാൻ പോകുന്ന കോഴ്സിന്റെ രുചി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിന് നിങ്ങളുമായി ഒന്ന് പരിഗണിക്കട്ടെ. ഇതിന്റെ മുഖ്യ കഥാപാത്രം സഖായി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചുങ്കക്കാരനാണ്, ടാക്സ് കളക്ടറാണ്. അവൻ യേശുവിനെ കാണാനുള്ള താല്പര്യം, വലിയ അദമ്യമായ താല്പര്യം നമ്മൾ പറയത്തില്ലേ, അനുഭവിക്കുന്നു. ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം, പണത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി മനുഷ്യരെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചാലും സാരമല്ല, എൻ്റെ പോക്കറ്റ് വീർക്കണം, എനിക്ക് കൂടുതൽ കൂടുതൽ പണം ഉണ്ടാകണം, എത്ര പണം കിട്ടിയാലും എൻ്റെ ആർത്ത് തീരത്തില്ല എന്ന വിധത്തിൽ ആളുകളിൽ നിന്ന് പിടിച്ചു പറിച്ച് പട്ടണത്തിലെ ഏറ്റവും വലിയ ധനികനായി തീർന്ന ഈ ചുങ്കക്കാരൻ എങ്ങനെയാണ് തലചായ്ക്കാൻ ഇടമില്ല എന്നതിൽ അഭിമാനിക്കുന്ന, എന്ന് പറഞ്ഞാൽ അവൻ്റെ വ്യക്തിത്വത്തിന് ഘടകവിരുദ്ധമെന്ന് തോന്നാവുന്ന ഒരു വ്യക്തി അതിലെ പോകുമ്പോൾ അവനെ കാണുന്നതിന് വേണ്ടി അവൻ്റെ അന്തസ്സും പണവും ആഭിജാത്യവും എല്ലാം മറന്ന് ഒരു ഭ്രാന്തനെ പോലെ എരിഹോവിൻ്റെ തെരുവീഥിയിൽ കൂടി ഓടി ഒരു കുരങ്ങ് ചെയ്യുന്നത് പോലെ കാട്ടത്തിയുടെ കൊമ്പിൽ കയറിയിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നിങ്ങൾ വായിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ പോലും നിങ്ങളുടെ മനസ്സിൽ അത് പതികയില്ല. എന്തുകൊണ്ടാണ് യേശു അതുവഴി പോയപ്പോൾ മറ്റാരെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ മറഞ്ഞിരുന്ന സഖായിയെ യേശു കാണുകയും അവിടെ നിൽക്കുകയും അവനോടൊരു സംഭാഷണം ആരംഭിക്കുകയും ചെയ്തു? നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുന്നതിൻ്റെ മർമ്മം എന്താണ്? എല്ലാറ്റിനും ഉപരിയായി അപ്രകാരം യേശുവിനെ കണ്ടുമുട്ടിയതിൽ കൂടെ സഖായിയുടെ വ്യക്തിത്വത്തിൽ, സ്വഭാവത്തിൽ, കാഴ്ചപ്പാടിൽ വന്ന വിപ്ലവാത്മകമായ മാറ്റത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ യേശു പറയുന്നത് പോലെ, അതാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഭാഗം, ഇവനും അബ്രഹാമിന്റെ പുത്രനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബത്തിനും രോഗശാന്തി വരികയാണ്. ഇത് നാം എങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങൾ എങ്ങനെ, തീർച്ചയായും ഈ വിഷയത്തെ പറ്റി നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു 10 നല്ല പ്രസംഗങ്ങൾ കേട്ട് കാണും. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സഖായിൽ വന്ന മാറ്റം എന്താണ്? ഞാൻ മനഃശാസ്ത്രത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് പോകാതെ സാമാന്യ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മനഃശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഞാൻ ഇതിൻ്റെ അർത്ഥം നിങ്ങളുമായി പങ്കിടട്ടെ. ഈ സഖായി എന്ന് പറയുന്നത് ലോകത്തിലുള്ള അനേക കോടി ആളുകളെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. അതായത് മറ്റെല്ലാറ്റിനേക്കാളും പണത്തെ സ്നേഹിക്കുന്ന അവസ്ഥ. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലും പണത്തിന് വേണ്ടിയാണ് എന്ന് പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പണത്തോടുള്ള മോഹം വർദ്ധിച്ച് അതൊരതിര് കവിഞ്ഞു പോകുമ്പോൾ അവൻ്റെ വ്യക്തിത്വം ശുഷ്കിച്ച് ശോഷിച്ച് അവൻ്റെ ഹൃദയം വിറങ്ങലിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുദിനം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന സമ്പത്ത് അതിൻ്റെ കൂമ്പാരം വർദ്ധിക്കുന്നതിനപ്പുറത്ത് ഒരു സന്തോഷമോ ഒരു യാഥാർത്ഥ്യമോ ഇല്ല എന്ന വിധത്തിൽ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് അവൻ താണുപോയവനാണ്. സഖായി കുറിയവനാണ്, ഷോർട്ട് ഓഫ് സ്റ്റാച്ചർ അല്ലെങ്കിൽ ഡ്വാർഫ് നമ്മൾ പറയത്തില്ലേ. അവൻ്റെ ശരീരം മാത്രമല്ല, ശരീരം ചുരുങ്ങുന്നതിന് മുൻപേ അവൻ്റെ വ്യക്തിത്വം ചുരുങ്ങിപ്പോയതാണ്. അങ്ങനെയുള്ള വ്യക്തി അവൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സൈക്കോളജിയിൽ, മനഃശാസ്ത്രത്തിൽ ഇതിന് ഡിസോസിയേഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയും. ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ നിരാശപ്പെടരുത് അല്ലെങ്കിൽ നിരുത്സാഹപ്പെട്ടു പോകരുത്. ഡിസോസിയേഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിനേക്കാൾ ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അതായത് ഒരു വ്യക്തി അവൻ്റെ മനസ്സ്, അതിൻ്റെ ഒരു ഭാഗം
മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അവൻ്റെ തന്നെ മനസ്സിൻ്റെ പൂർണ്ണത ഉപേക്ഷിച്ച് കളയുന്നു. നശിപ്പിച്ച് കളയാനൊക്കത്തില്ല, ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവൻ ഉപേക്ഷിക്കുന്ന അവൻ്റെ തന്നെ മനസ്സിൻ്റെ ഭാഗം അവൻ്റെ അവബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. മനഃശാസ്ത്രത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ്. അതിന് കാൾ യുങ് പറയുന്നത് പേഴ്സണൽ അൺകോൺഷ്യസ് എന്നാണ്. പേഴ്സണൽ അൺകോൺഷ്യസ് അതവിടെ കിടക്കും. അപ്പോൾ ഈ ബോധമുള്ള മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, അത് ഈ പണത്തിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് സഞ്ചരിക്കും തോറും മറ്റേ അവബോധ മനസ്സിലെ അവൻ ഉപേക്ഷിച്ച് കളഞ്ഞ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അംശം അത് ശോഷിക്കുകയല്ല, അത് കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ്. അവൻ്റെ കോൺഷ്യസ് മൈൻഡ്, അവൻ്റെ ബോധമുള്ള മനസ്സ് കൂടുതൽ ബലഹീനമായി തീരുകയും അവൻ്റെ അബോധ മനസ്സ് കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയും ചെയ്യും. ഇത് കുറെ കഴിയുമ്പോൾ ഈ ഉപേക്ഷിച്ച് കളഞ്ഞ മനസ്സിൻ്റെ ആ ദാഹം, വേദന, പട്ടിണി, പരവേശം, അത് ആ വ്യക്തിയെ അലട്ടുന്നതിൻ്റെ തോത് കൂടി വന്ന് അതവന് സഹിക്കാൻ വയ്യാതെ വരും. അങ്ങനെ സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, ആ അവസ്ഥയിൽ തന്നെ ഇരുന്ന് ഒന്നിൽ ചങ്ക് പൊട്ടി മരിക്കുക, അല്ലെ സമനില തെറ്റി ഭ്രാന്ത് പിടിക്കുക, അല്ലെങ്കിൽ വെറും ഒരു കല്ലിനെ പോലെ. ഇപ്പോൾ ഇസ്രായേലിലെ ഫറവോന്റെ ഹൃദയം കല്ലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അതിനകത്തൊക്കെ മനഃശാസ്ത്രം ഒത്തിരി ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ സക്കായി എന്ന് പറയുന്ന ആളുടെ അവസ്ഥ അതാണ്. യേശു യെരിഹോവിൽ കൂടെ പോകുന്നു എന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ അതുവരെ തികച്ചും അവഗണിച്ചു വെച്ചിരുന്ന അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ അംശം, അവൻ്റെ അബോധ മനസ്സിൻ കേന്ദ്രീകൃതമായ അവൻ്റെ തന്നെ വ്യക്തിത്വം പെട്ടെന്ന് കടിഞ്ഞാൻ വിടുകയും അവൻ അറിയാതെ തന്നെ അവൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി 4 കാലും പറിച്ചോടി അതിലെ പോകുന്ന ഗലീലക്കാരനെ, നസ്രയനെ ഒന്ന് കാണാൻ അവൻ കാട്ടുതീയിൽ കയറിയത്. പിന്നെ യേശുവിനെ കണ്ടെത്തിയ ശേഷം അവൻ എന്ത് സംഭവിക്കുന്നു? യേശു അവനെ ഒരു പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവൻ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു. അവൻ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണെന്ന് അവൻ തന്നെ അറിഞ്ഞുകൂടാ. അവൻ്റെ വിചാരം ഞാൻ ഈ പണക്കൊതിയനായ സക്കായി മാത്രമാണെന്നാണ്. പക്ഷെ അവനെ പറ്റിയുള്ള സത്യം എന്താണ്? അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവൻ്റെ ബോധതലം മാത്രം പരിശോധിച്ചാൽ പണക്കൊതിയനായ ഈ ഒരു ചുങ്കക്കാരനാണ്. പക്ഷേ അതിനേക്കാൾ 1000 തവണ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു മനുഷ്യത്വത്തിൻ്റെ അംശം അവൻ്റെ ഉള്ളിലുണ്ട്. അത് അവൻ മനഃപൂർവ്വം ചവിട്ടി താഴ്ത്തി അവൻ്റെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവനെ തന്നെ പരിഗണിക്കുമ്പോൾ, അവൻ്റെ ബോധതലത്തിൽ മാത്രം പരിഗണിക്കുമ്പോൾ മറ്റേതുണ്ടെന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല, യേശുവിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. കാരണം മറഞ്ഞിരിക്കുന്ന സത്യത്തെ അറിയുവാൻ യേശുവിന്റെ കഴിവെന്ന് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവത്തിൽ കൂടെ നമുക്കുണ്ട്. സമയത്തിന്റെ പരിമിതിയോട് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നില്ല. അപ്പോൾ യേശുവിനെ കണ്ടുമുട്ടുന്നതിൽ കൂടെ സക്കായിൽ സംഭവിച്ച മാറ്റം എന്താണ്? ഈ ഡിസോസിയേഷൻ ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തി 2 കഷ്ണങ്ങളായി മുറിച്ച്, നിങ്ങളൊരു ആപ്പിൾ എടുത്ത് 2 കഷ്ണങ്ങളായി മുറിച്ചാൽ ഒന്ന് ഇങ്ങോട്ടും പോകും, ഒന്ന് അങ്ങോട്ടും പോകും. യേശു സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയാണ്. നിന്റെ വ്യക്തിത്വത്തിൻ്റെ സത്യം എന്താണ്? നിന്റെ ബോധതലങ്ങളിലുള്ള നിന്റെ അവസ്ഥയും നിന്റെ അബോധതലങ്ങളിലുള്ള അവസ്ഥയും രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ മാത്രമേ നിന്നെ പറ്റിയുള്ള സത്യം വെളിപ്പെട്ട് വരികയുള്ളൂ. മറ്റേതെല്ലാം ഭാഗികമാണ്. ഭാഗികമായത് മുഴുവനും അസത്യമാണ്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഭാഗികമായത് സത്യമല്ല. അപ്പോൾ സക്കായിയെ പറ്റിയുള്ള സത്യം എന്താണ്? സത്യത്തിന്റെ ആൾരൂപമായ യേശുക്രിസ്തു സക്കായിയെ കണ്ടെത്തുമ്പോൾ അവന്റെ വ്യക്തിത്വത്തിന്റെ സത്യം അറിയുന്ന ഏക വ്യക്തി, സത്യമായ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞ യേശുവിന് മാത്രമേ സക്കായിയുടെ അവസ്ഥയെ അതിന്റെ സത്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ വേഗം ഇറങ്ങിവ, ഇന്ന് ഞാൻ നിന്റെ കൂടെ പാർക്കേണ്ടതാണ്. ആ സ്വാധീനത്തിൽ എന്ത് സംഭവിക്കുന്നു? അന്ന് വരെ സക്കായിയുടെ മനസ്സിൽ അതിൻ്റെ ആഴത്തിൽ അവൻ ചവിട്ടിത്താഴ്ത്തി വെച്ചിരുന്ന അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അംശം ഉയർത്തെഴുന്നേൽക്കുന്നു.
യഥാർത്ഥത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുക. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. വാസ്തവത്തിൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, റിസറക്ഷൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കേണ്ടത് മരണത്തിന് ശേഷമല്ല, മരണത്തിന് മുൻപായിരിക്കണമെന്ന് ഞാൻ വളരെ വ്യക്തമായ ഒരു വീഡിയോയിൽ ആകമാനം സൂചിപ്പിച്ചിട്ടുണ്ട്. പലർക്കും അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ നാം ഇവിടെ കാണുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അവൻ മനഃപൂർവ്വം അവൻ്റെ ബോധതലങ്ങളിൽ നിന്ന് ഒഴിവാക്കി, ഒരുപക്ഷെ അവൻ്റെ അബോധ മനസ്സ് ഒരു ശവക്കുഴി പോലെ ആക്കി വെച്ച് അതിനകത്ത് ഈ ഒരു താലന്ത് കിട്ടിയ ഭൃത്യൻ അവന് കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടു. അപ്പൊ അവൻ്റെ മനുഷ്യത്വത്തെ കുഴിച്ചിട്ടിട്ടാണ് ഈ അമിത ലാഭത്തിന് വേണ്ടി ചുങ്കക്കാരൻ്റെ പ്രവൃത്തി ചെയ്തത്. അത് മാത്രമാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ച് അവൻ്റെ തന്നെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തെ അവൻ ഉപേക്ഷിച്ച് ഈ പണക്കുതി കൊണ്ട് കല്ലായിപ്പോയ ഹൃദയം മാത്രമാണ് സഖായി എന്ന് വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയെ യേശു കണ്ടെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രണ്ട് കഷ്ണങ്ങളും കൂടി ചേർന്ന് അവരൊരു പൂർണ്ണതയുള്ള ആപ്പിളായി മാറുന്നു. ഞാൻ ആപ്പിളിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാം. ഇതാണ് വാസ്തവത്തിൽ സൗഖ്യം എന്ന് പറയുന്നത്. രോഗശാന്തിയല്ല, സൗഖ്യം, ഹോൾനെസ് എന്ന് പറയും. ഹോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത നാം ആരും അനുഭവിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഞാൻ നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ that they may have life and life in all its fullness. അതിന്റെ പൂർണ്ണതയിൽ. കാരണം എന്താണ്? ലോകത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ എന്താണ്? അവരുടെ ജീവിതത്തെ ഭാഗികമായി മാത്രം അറിയുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിൽ പറയുന്നു, ഇപ്പോൾ നാം ഭാഗികമായി മാത്രം അറിയുന്നു. നമ്മെ അറിയുന്നു. ഇപ്പോൾ നാം നമ്മെ അറിയുന്നത് ഭാഗികമായി. ലോകത്തെ മുഴുവനും ഭാഗികമായിട്ട് അറിയുന്നത് അതല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? നാം നമ്മെ തന്നെ ഭാഗികമായി മാത്രം അറിയുന്നു. അത് കുരിശിൽ നിന്ന് യേശു പറയുന്നുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായകയാൽ അവരോട് ക്ഷമിക്കണം. എന്താണ് അവർക്ക് അറിയാൻ വയ്യാത്തത്? അവർക്ക് അവരെ തന്നെ അറിഞ്ഞുകൂടാ. നിക്കോദിമോസിനോട് പറയുന്നില്ലേ, നീ വീണ്ടും ജനിക്കണം. എന്താണ്? നീ പൂർണ്ണതയിലേക്ക് ജനിക്കണം. നീ ഇപ്പോൾ ഈ മതത്തിന്റെ മുമ്പിൽ കയറി ഇരുന്നിട്ട് നീ അപൂർണതയുടെ രാജാവായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. നിന്റെ ആത്മാവിന്റെ ദാരിദ്ര്യം നിനക്ക് പലപ്പോഴൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിലും അതെങ്ങനെ പ്രാപിക്കുമെന്ന് നീ ഇതുവരെ പഠിച്ചതിൽ നിനക്ക് അറിഞ്ഞുകൂടാ. അത് നിന്നെ പഠിപ്പിച്ചിട്ട് ആ വ്യവസ്ഥ നിന്നെ പഠിപ്പിക്കുകയില്ല, അവകാശം പോലും നൽകുകയില്ല. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ കാണാൻ രാത്രിയിൽ വന്നത്. സൂര്യനെ കാണാൻ രാത്രിയിൽ നോക്കിയാൽ മതി എന്ന് പറയുന്ന വ്യക്തിയാണ് നിക്കോദിമോസിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യേശുവിനെ കണ്ടെത്തുന്നതിൽ കൂടെ, മനഃശാസ്ത്രത്തിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ സഖായിൽ സംഭവിച്ചത് എന്താണ്? അവന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത പ്രാപിപ്പാൻ അവനിടയാകുന്നു. ആ അവസ്ഥയിലാണ് യേശു അവന് ഒരു പുതിയ ഐഡന്റിറ്റി നൽകുന്നത്. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. ആരാണ് ഈ അബ്രഹാമിന്റെ പുത്രൻ എന്ന് പറയാൻ കാര്യം എന്താണ്? നാം അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവായി അറിയുന്നു. വിശ്വാസത്തിൽ കൂടെ മനുഷ്യന് സംഭവിക്കേണ്ടത് എന്താണ്? അവന്റെ തന്നെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത പ്രാപിക്കണം. അതിന്റെ പേരാണ് വിശ്വാസം എന്നുള്ളത്. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുകയില്ല. ജീവനുണ്ടെ പഠിപ്പിക്കത്തില്ല. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഉപയോഗം എന്താണ്? ആവശ്യം എന്താണ്? നമ്മുടെ തന്നെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന, ഘടിപ്പിക്കുന്ന പാലത്തിന്റെ പേരാണ് ബ്രിഡ്ജ്. പാലത്തിന്റെ പേരാണ് വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഈ കാണാത്ത നമ്മെപ്പറ്റി നാം പല കാര്യങ്ങളും ആശിക്കുന്നുണ്ട്, പക്ഷേ പല കാര്യങ്ങളും കാണാൻ കഴിയാത്തത് കൊണ്ട് ആശ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വിറങ്ങലിച്ച് നിൽക്കുന്ന മോഹങ്ങളുടെ വിഴുപ്പ് പാണ്ഡവും പേറി മനുഷ്യൻ അവൻ തന്നെ സൃഷ്ടിച്ച മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലാണ്. അതിൽ നിന്ന് ഇതാ സഖായി വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അവന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത, ഡിസോസിയേഷൻ ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന അവസ്ഥയില്ലേ, അതങ്ങ് മാറിയിട്ട് ഇങ്ങനെ കീറി മുറിഞ്ഞു പോയ രണ്ട് കഷ്ണങ്ങൾ ഒന്നായി അവനിതാ ഒന്നായി തീർന്നിരിക്കും. ആ അവസ്ഥയിൽ അവൻ അബ്രഹാമിന്റെ പുത്രനായി തീർന്നു. തൽഫലമായി എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് പറഞ്ഞിട്ടെന്നാണ് ആ ഭവനത്തിന് രക്ഷ വരും. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം ആദ്യത്തെ 10 വാക്യങ്ങൾ ഇനി ഒന്ന് വായിച്ചു നോക്കണം. അവിടെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രീകരണമാണ്.
സക്കായിക്ക് ഒരു കുടുംബമുണ്ടെന്നോ ആ കുടുംബത്തിൽ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്നവിടെ സൂചനയില്ല. സൂചന വരുന്നത് എവിടെയാണ്? 9-ാം വാക്യത്തിലാണ്. അവിടെ പറയുന്നു, നീയും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് സൗഖ്യം വന്നു. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ, ഈ ഭവനം എന്ന് പറഞ്ഞാൽ കല്ലും സിമെന്റും അല്ലല്ലോ. കല്ലിന് സിമെന്റും അങ്ങനെ രക്ഷ. അപ്പം സക്കായിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു. ഭാര്യയാണോ മക്കളാണോ കൊച്ചുമക്കളാണോ അപ്പനാണോ വല്യപ്പനാണോ എനിക്കറിയില്ല, കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുടുംബത്തിന് സൗഖ്യം വന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സക്കായി മുഖാന്തരം, ശ്രദ്ധിക്കുക, മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, സക്കായിയുടെ വ്യക്തിത്വത്തിൽ സംഭവിച്ച ഈ ഭീകരമായ തകർച്ച മൂലം അവന്റെ നേട്ടത്തിന് വേണ്ടിയുള്ള അവന്റെ നെട്ടോട്ടത്തിൽ അവന്റെ വ്യക്തിത്വം കീറി മുറിഞ്ഞ് 2 കഷ്ണങ്ങളായി മാറിയത് മൂലം അവന്റെ വ്യക്തിത്വത്തിൽ സംഭവിച്ച വൈരൂപ്യം കൊണ്ട് അവന്റെ ഭവനം രോഗാതുരമായിരുന്നു. ഹിസ് ഹൗസ് ഹോൾഡ് വാസ് സിക്ക് ബിക്കോസ് ഓഫ് ഹിം. ഇത് മനഃശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ചൈൽഡ് സൈക്കോളജിയിലും ഡെവലപ്മെന്റൽ സൈക്കോളജി, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സൈക്കോളജിയിലും വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. അതായത് കാൾ യുങ്ങിന്റെ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 122-ാം പേജ്. നിങ്ങൾക്കിത് നെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാം. അതുകൊണ്ടാണ് പേജ് നമ്പർ പോലും ഞാൻ പറയാം. കാൾ യുങ്, ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, പേജ് 122. അവിടെ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു ഭാര്യ, ഭർത്താവ്, മകള്, ചെറിയ മകൾ, അവർക്ക് 5-6 വയസ്സേ പ്രായമുള്ളൂ. ഈ കുഞ്ഞിന് എന്നും ലോ ഗ്രേഡ് ഫീവറാണ്. വലിയ പനിയല്ല, ഒരു മൈൽഡ് ഫീവർ, ലോ ഗ്രേഡ് ഫീവർ. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. പനി എന്ത് ചെയ്താലും ഈ പനി വിടത്തില്ല. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചു, പല വിധത്തിൽ ചികിത്സിച്ചു, ഒരു പ്രയോജനമില്ല. അവസാനം ഈ മനഃശാസ്ത്ര വിദഗ്ധനായ കാൾ യുങ്ങിനെ സമീപിച്ചു. അദ്ദേഹം ഈ കേസ് പഠിച്ച ശേഷം അദ്ദേഹം മനസ്സിലാക്കി, ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നമുള്ളതല്ല, അതിനൊരു ഇൻഫെക്ഷനുമില്ല, മറ്റൊരു രോഗവുമില്ല. അതിൻ്റെ ആകെപ്പാടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം ശരിയല്ല എന്നതാണ്. അവർ തമ്മിൽ പ്രകടമായ കുരിശുയുദ്ധമൊന്നുമില്ല, കുരുക്ഷേത്രമില്ല. അവർ തമ്മിലുള്ള വെറുപ്പും ടെൻഷനും അതൃപ്തിയും മത്സരവുമൊക്കെ ഈ കുഞ്ഞിൻ്റെ ശ്രദ്ധയിൽ നിന്ന് മറച്ചു പിടിക്കാൻ നന്നേ ശ്രമിച്ചു. എങ്കിലും കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവാണ്, നമുക്കറിയാം. അതിൻ്റെ വേദന, അതിൻ്റെ ഭാരം മുഴുവനും ഈ കുഞ്ഞ് അനുഭവിച്ച് അത് വഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ അത് ആയിപ്പോയത് കൊണ്ടാണ് ഈ കുഞ്ഞിന് മാസങ്ങളായി ഈ വിട്ടുമാറാത്ത ചെറിയ പനി. അപ്പോൾ മാതാപിതാക്കന്മാരുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരാതെ അവർ തമ്മിലുള്ള ബന്ധം ശരിയാകുകയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. അവരുടെ ബന്ധം ശരിയാകാതെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. അപ്പൊ ഈ ഒരു ചെറിയ സംഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കന്മാരുടെ വ്യക്തിത്വം അവരുടെ കുഞ്ഞുങ്ങളെ തലമുറകളായി ബാധിക്കുന്നതാണ്. ദയവായി മനസ്സിലാക്കുക. അത് യേശുവിന് അറിയാമായിരുന്നു. മനഃശാസ്ത്രം ഉണ്ടാകുന്നതിന് 1900 വർഷങ്ങൾക്ക് മുൻപ് യേശുവിന് അറിയാമായിരുന്നു സക്കായി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം മുഖാന്തരം അവന്റെ ഭവനത്തിന് രോഗം ഉണ്ട്. Jesus realized that the family of Zacchaeus was sick because of his personality. അതുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തിന് രോഗശാന്തി വന്നു കഴിഞ്ഞാൽ അവന്റെ ഭവനത്തിന് സൗഖ്യം വരും എന്ന് യേശുവിനറിയാം. ആ ഒരു പ്രസ്താവന ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്ക് അന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഇതുവരെ കേട്ട ഇന്റർപ്രിട്ടേഷൻ വെച്ച് ഇതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിക്കും. ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഐ പ്രോമിസ്ഡ് യു, ഇഫ് യു ഡു ദിസ് കോഴ്സ് യു വിൽ റിയലൈസ്. യേശു നടത്തിയ ഇടപെടലുകൾ, ചെയ്ത അത്ഭുത പ്രവർത്തികൾ, നൽകിയ ഉത്ബോധനങ്ങൾ,
അവൻ നമ്മുടെ മുൻപിൽ നമുക്ക് മാതൃകയായി അർപ്പിച്ച അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാതൃക. ഇതിൻ്റെ ഒന്നും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ നാളിതുവരെ ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതറിയാൻ താല്പര്യമില്ല എന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയും ചങ്ക് പൊട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ഗെത്സമനത്തോട്ടത്തിൽ യേശു ചങ്ക് പൊട്ടി കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ? പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ. പലരും വിചാരിച്ചിരിക്കുന്നത് യേശു ഈ കുരിശൊന്നൊഴിച്ച് തരണേന്ന്. അതല്ല എൻ്റെ അർത്ഥം. നിന്റെ ഹിതപ്രകാരം ഞാൻ ഈ ലോകത്തിൽ വന്നു, നിന്റെ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ബലിയായി അർപ്പിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യവും ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല. ഞാൻ ചെയ്തത് മുഴുവനും നഷ്ടമായി പോകുമോ? ആ വേദന മാത്രമാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം. ഒരു വ്യക്തി പ്രത്യേകിച്ച് ജനത്തെ സ്നേഹിക്കുകയും നിസ്വാർത്ഥമായി ആദർശങ്ങൾക്ക് വേണ്ടി ജീവനെ മാറ്റിവെക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? സാമ്പത്തികമായ നഷ്ടം വന്നെന്നോ ആരോഗ്യം നശിച്ചു പോയെന്നോ ഒന്നുമല്ല. താൻ ഏത് ദൗത്യത്തിന് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചു, ആ ദൗത്യം അർത്ഥശൂന്യമായി പോയി എന്ന് ജീവിതത്തിൻ്റെ സായാജ്ഞത്തിനൊരു തോന്നൽ വരുന്നതാണ് ഏറ്റവും അസഹനീയമായ വേദന. ആ വേദന യേശു അനുഭവിച്ചു. ആ അനുഭവം കഴിഞ്ഞ 2000 വർഷം കൊണ്ട് നാം എല്ലാവരും സാക്ഷാത്കരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് തിരിച്ചറി, സത്യത്തെ ഒന്ന് കണ്ടുമുട്ടുവാൻ. അതുകൊണ്ടാണ് യേശു നിങ്ങൾ അന്വേഷിപ്പീൻ. ഈ കോഴ്സ് അന്വേഷണത്തിൻ്റെ കോഴ്സാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ അനുഭവമാണ്. ഇപ്രകാരമുള്ള ഉള്ളടക്കമാണ് ഈ കോഴ്സിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ, നല്ല താല്പര്യമുള്ളവർ മാത്രമേ ഇതിനകത്ത് ഇതിൽ ചേരാവൂ. ആരും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്നവർ ആത്മാർത്ഥതയുള്ളവരും യഥാർത്ഥത്തിൽ സത്യത്തെ അന്വേഷിപ്പാനുള്ള ധൈര്യമുള്ളവരും ഇതുവരെ എവിടെ നിന്നോ പ്രാപിച്ച സങ്കല്പങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുവാൻ മനസ്സുള്ളവരുമായിരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സത്യം സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ആരും തന്നെ ഈ കോഴ്സ് പഠിക്കാനായി താല്പര്യപ്പെടരുത്. അതേസമയം തന്നെ ആർക്കെങ്കിലും സത്യത്തോട് താല്പര്യമുണ്ട്, അറിയാൻ താല്പര്യമുണ്ട്, ഉള്ളു വികസിക്കണമെന്ന് താല്പര്യമുണ്ട്, യേശുവിൻ്റെ ദൗത്യത്തെ, ശുശ്രൂഷകളെ, അതിൻ്റെ ആത്മീയ അർത്ഥവ്യാപ്തിയിൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ കോഴ്സ് വിഭാവന ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഇത് വളരെ അധികം ഗുണം ചെയ്യുമെന്ന ഉത്തമ വിശ്വാസം നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.